ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മാജിക് ഒനിയൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അവലുണ്ടയാണ്. അപ്പോൾ ഒരു സിമ്പിളായിട്ടുള്ളൊരു ഈവനിങ് സ്നാക്കാണിത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് അവലുണ്ട ഉണ്ടാക്കാനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം ഒരു ഫ്രൈ പാനിലേക്ക് 1 കപ്പ് അവൽ എടുത്തിട്ടുണ്ട്. ഇനി അത് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കാം. ഒത്തിരി അങ്ങ് വറക്കണ്ട, ജസ്റ്റ് അതൊന്ന് ചൂടായാൽ മതി. 2-3 മിനിറ്റ് അവൽ നന്നായിട്ട് ഒരു ഫ്രൈ പാനിലിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ ചെറിയൊരു തണുപ്പൊക്കെ ചിലപ്പോൾ ഉണ്ടാവും അവലിന്. അപ്പോൾ അതൊക്കെ മാറാനാണ്, പൊടിച്ചെടുക്കുമ്പോൾ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയാണ് അവൽ നമ്മളിങ്ങനെ ചൂടാക്കി എടുക്കുന്നത്. അപ്പോൾ അതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. സാധാരണ നമ്മൾ അവൽ വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഡിഷസ് പോലെയല്ല, ഇതൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അവൽ നമ്മൾ എടുക്കുമ്പോൾ നന്നായിട്ട് അത് ഒടിഞ്ഞ് കിട്ടുന്ന ഒരു പരുവമുണ്ട്, അതുവരെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ അവൽ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി അതൊരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് മാറ്റാം. ഇനി അത് പൊടിച്ചെടുക്കാം. നന്നായിട്ടത് പൊടിച്ചെടുത്തിട്ടുണ്ട്. അതൊരു ബൗളിലേക്ക് നമുക്ക് മാറ്റാം. ഇനി അടുത്തായിട്ട് ചേർക്കാൻ പോകുന്നത് തേങ്ങ ചിരവിയതാണ്. 1/2 കപ്പ് തേങ്ങ ചിരവിയതാണ് എടുത്തത്. ഇതൊക്കെ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് അതിൻ്റെ അളവിന് മാറ്റം വരുത്താവുന്നതാണ്. അടുത്ത എടുത്തേക്കുന്ന ശർക്കരയാണ്, അതും 1/2 കപ്പാണ് എടുത്തത്. ഇനി എടുക്കുന്നത് ജീരകവും ഏലക്കാപ്പൊടിയും കൂടിയാണ്. ഇത് 3ഉം കൂടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ശർക്കരയും തേങ്ങയും ഏലക്കാപ്പൊടിയും ജീരകവും കൂടി നമുക്ക് അവലിൻ്റെ പൊടിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന അരിയുണ്ടയുടെ ഒക്കെ ഒരു ടേസ്റ്റ് വരും ഇതിന്. അപ്പോൾ അരിയുണ്ടയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ഒത്തിരി സമയം എടുക്കും. അപ്പോൾ ഇതാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസും തീരെ കുറവാണ്, വളരെ എളുപ്പത്തിൽ നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഇനി ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പെട്ടെന്ന് വല്ല ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു ഈവനിങ് സ്നാക്കാണിത്. അപ്പോൾ നല്ല ടേസ്റ്റും ഉള്ളതാണ്. പിന്നെ ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നത് വറുത്ത് വെച്ചിട്ടുള്ള കശുവണ്ടിയും മുന്തിരിയുമാണ്. ഇനി ആഡ് ചെയ്യുന്നത് 1 ടേബിൾ സ്പൂൺ നെയ്യാണ്. നെയ്യുടെ എമൗണ്ടും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. നെയ്യുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് നെയ്ക്ക് പകരം ഓയിലായാലും ആഡ് ചെയ്താൽ മതി. ഞാൻ ഇവിടെ ചേർത്തിരിക്കുന്നത് 1 ടേബിൾ സ്പൂൺ നെയ്യാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൈ വെച്ചൊന്ന് കുഴച്ചെടുക്കാം. ഇതിലേക്ക് നമ്മൾ വേറെ വെള്ളമൊന്നും ആഡ് ചെയ്യുന്നില്ല, നെയ്യ് ഓൾറെഡി ആഡ് ചെയ്തു. ഇനി അത് കൈ വെച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നെയ്യൊക്കെ പൊടിയുടെ എല്ലാ സൈഡിലേക്കും ആവുന്ന രീതിയിൽ നമ്മൾ നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കുകയാണ്. അപ്പോൾ തീരെ നിസ്സാരം ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ നമ്മുടെ അവലുണ്ടയ്ക്ക്. സാധാരണ നമ്മൾ ഉണ്ടയൊക്കെ ഉണ്ടാക്കുമ്പോൾ തേങ്ങയൊക്കെ വറുക്കണം. അപ്പോൾ ഇവിടെ നമ്മളതൊന്നും ചെയ്തിട്ടില്ല, ശർക്കര ഉരുക്കിയിട്ടില്ല. വളരെ എളുപ്പത്തിൽ തന്നെയാണ് നമ്മളിവിടെ അവലുണ്ട ഉണ്ടാക്കുന്നത്. അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ ഒരു പരുവത്തിൽ നമുക്ക് ഉണ്ട പിടിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട. നന്നായിട്ട് പ്രസ് ചെയ്ത് ബോളാക്കാം. ഒരു മീഡിയം സൈസിലാണ് ഞാനിവിടെ ഉണ്ട ഉണ്ടാക്കുന്നത്. ഒത്തിരി വലുപ്പവും ആക്കുന്നില്ല, ഒരു മീഡിയം പരുവത്തിലാണ് ഉണ്ടാക്കുന്നത്. ഇതാണ് അതിൻ്റെ ഒരു സൈസിൽ ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് സൈസൊക്കെ മാറ്റാവുന്നതാണ്. അങ്ങനെ നമുക്ക് ഫുള്ള് ഈ ഒരു വലിപ്പത്തിൽ ബോളാക്കി മാറ്റാം.
അപ്പോൾ എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു റെസിപ്പിയാണ്. വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ നമ്മുടെ അരിയുണ്ടയുടെയൊക്കെ അതേ ഒരു ടേസ്റ്റിലുള്ള ഒരു വിഭവമാണ്. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇതൊരു തവണ ഉണ്ടാക്കുന്നവർ എന്തായാലും പിന്നീട് ഇത് ട്രൈ ചെയ്യും. അത്രയ്ക്കും ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. പിന്നെ അപ്പോൾ നമുക്കിത് ഫുള്ള് അങ്ങനെ ബോളാക്കി മാറ്റാം. കുട്ടികൾക്കൊക്കെ ആയാലും ഇതൊരു ഹെൽത്തി ആയിട്ടുള്ള ഐറ്റമാണ്. അവലാണല്ലോ നമ്മൾ എടുക്കുന്നത്. അപ്പം എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമുക്ക് കമൻറ്റ് ചെയ്യാം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യാം. എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ. അപ്പോൾ നമ്മളിനിയും വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പി ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് വേണം. താങ്ക്സ് ഫോർ വാച്ചിങ്.